ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഗൂസ് കിച്ചൺ മാറ്റിക്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഭവം ഒരു പ്രത്യേകതരം ഡിഷാണ്. അതായത് നമ്മൾ സാധാരണ റൂട്ടീനായി ഉണ്ടാക്കുന്ന ചിക്കൻ വറുത്തരച്ചത്, അല്ലാതെ ചിക്കൻ വറുത്തരക്കാതെ സാധാരണ ഗ്രേവി, ചിക്കൻ ക്യാപ്സിക്കം അല്ലെങ്കിൽ ചിക്കൻ ടൊമാറ്റോ, ഗാർലിക് ചിക്കൻ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഗ്രേവി നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ റെഡ് വൈൻ യൂസ് ചെയ്തിട്ടാണ്. അതായത് ചിക്കൻ മീറ്റ് ബോൾസ്, അതായത് ചിക്കൻ നേരിട്ട് ചേർക്കുകയല്ല, അതിൻ്റെ ഫ്ലഷ് മാത്രം അരിഞ്ഞു മാറ്റി ഒന്ന് മിൻസ് ചെയ്തിട്ട് അതിൽ ചില ചേരുവകളൊക്കെ ചേർത്ത് മീറ്റ് ബോൾസ് ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ റെഡ് വൈനും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഗ്രേവി. ഇത് വളരെ സ്വാദിഷ്ടമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വരൂ, ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് ഒരു 1/2 കിലോ ചിക്കൻ മിൻസ് ചെയ്ത് വെച്ചതാണിത്. ഇത് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം ബ്രെഡ് സ്ക്രംസ് ആണ്. പിന്നെ ടൊമാറ്റോ പ്യൂരി, ചിക്കൻ സ്റ്റോക്ക്, മിക്സ്ഡ് ഹെർബ്സ്, പിന്നെ തൈം. ഇതൊക്കെ കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കുകയും ചെയ്യാം, ഇത് 2 എണ്ണം. പിന്നെ മല്ലിയില, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, പുതിന കുറച്ച് മതി, ചെറുതായി അരിഞ്ഞു വെച്ചത്. പിന്നെ പട്ട ചെറുതായി നുറുക്കി വെച്ചത്, 1 ടീസ്പൂണോളം മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പാല്. പിന്നെ വേണ്ടത് കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ സവാള, ഇതൊരു 7-8ഓളം സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായി അരിയണം. ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ. പിന്നെ കുറച്ച് കസൂരി മേത്തിയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പറയേണ്ടതില്ലല്ലോ, ഉപ്പ് എപ്പോഴത്തെ പോലെ ആവശ്യത്തിന് ഉപ്പും ചേർക്കേണ്ടതാണ്. ഒരു മിൻസ് ചെയ്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് മീറ്റിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. മിൻസ് ചെയ്ത ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. കുറച്ച് വെളുത്തുള്ളി കുറച്ച്, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പായി തന്നെ ഈ ബ്രെഡ് സ്ക്രംബിലേക്ക് കുറച്ച് പാല് ചേർത്ത് വെക്കണം. ഇല്ലെങ്കിൽ ഇത് നേരെ ഇതിലേക്ക് ചിക്കനിലേക്ക് ചേർക്കുമ്പോൾ ഇതിൻ്റെ മോയ്സ്ചർ കുറഞ്ഞു പോകും. അത് കാരണമാണ് കുറച്ച് പാല് ചേർത്ത് ഇത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം മതി. 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ സവാള, ഒരു 8 സവാള കൊത്തി അരിഞ്ഞ് വെച്ചതാണിത്. ഇതിൻ്റെ പകുതിയോളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കലക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് സ്ക്രംബർ, ഇതെല്ലാം ചേർത്ത് കുറച്ച് മല്ലിയില, ഇതെല്ലാം ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി വെക്കേണ്ടതാണ്. കൈകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരുവിധം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം തൈംസ്, ഏകദേശം ഒരു ടീസ്പൂണോളം തൈംസും, ഇത് മിക്സഡ് ഹെർബാണ്, ഇതും കൂടെ നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം മിക്സഡ് ഹെർബും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഈ മീറ്റ് ബോൾസിന് ഒരു പ്രത്യേക രുചിയും മണവും കിട്ടുന്നതാണ്. അതിനു വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. വേറെ ഇഞ്ചിയോ ഗരം മസാലയൊന്നും ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല.
ഇതിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഒന്നുകൂടെ എല്ലാം കൂടെ കുഴച്ച് യോജിപ്പിച്ച് നമുക്ക് ഉണ്ടകളാക്കി വെക്കാം. കുഴച്ച് വെച്ച മീറ്റ് ബാൾസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇത് ഓരോന്നായിട്ട് അല്ലെങ്കിൽ 2-3 ട്രിപ്പ് നമുക്കിത് വറുത്ത് കോരാം. സിമ്മിലിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ആക്കി വെക്കേണ്ടതാണ്. ഇത് വറുത്ത് കോരി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം ഞാൻ നേരത്തെ പറയാൻ മറന്നു. നമുക്ക് വേണ്ടത് വൈനാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വൈനാണിത്. ഇത് 1 കപ്പോളം നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്, അതായത് ഗ്രേവി ഉണ്ടാക്കാൻ. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് എല്ല് മാത്രം മുറിച്ചെടുത്ത് അത് 1 കപ്പ് വെള്ളവും ഒഴിച്ച് തിളപ്പിച്ച് ഒരു അരമണിക്കൂറോളം തിളപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചിക്കൻ സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. കാരണം ഈ വറുത്ത് കോരിയ ഉണ്ട ഈ ഗ്രേവിയിലേക്ക് ഇട്ടാൽ അതിൽ നിന്നും അതിൻ്റെ ചിക്കൻ്റെ അംശമൊന്നും ഇറങ്ങാൻ പോകുന്നില്ല. അത് കാരണം ആ ചിക്കൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ സ്റ്റോക്ക് തന്നെ ഉപയോഗിക്കുന്നത്. ഇത് ടൊമാറ്റോ പ്യൂരി ഓൾറെഡി ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ടൊമാറ്റോ പുഴുങ്ങി അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ഇത്. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി. ഒരു സൈഡ് ചിക്കൻ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകം, അതായത് ബോൾസിൻ്റെ ഉൾവശം കൃത്യമായി വേവുകയില്ല. ഏകദേശം ഒരു 10 മിനിറ്റിലേറെ നമ്മളിത് വേവിച്ചു. ഇത്രയും ആയാൽ മതി. കാരണം ഇത് ഗ്രേവിയിലും കൂടെ ഇട്ട് നമ്മൾ വീണ്ടും വേവിക്കുന്നുണ്ടല്ലോ. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ, ഈ ബോൾസ് വറുക്കാൻ വേണ്ടി നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ബാക്കിയുണ്ട്. അതായത് അതിൽ അല്പം പോലും എണ്ണ അബ്സോർബ് ചെയ്യുന്നില്ല. ആ എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇത് വെളുത്തുള്ളി. ഇതിലേക്ക് വെളുത്തുള്ളിയാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചുവന്നുള്ളി.
ചേർത്ത് നന്നായി വഴറ്റുക. ഇത് വേഗം തന്നെ വഴന്ന് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ്. ബോൾസിൽ നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കാരണം ഗ്രേവിക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂത്ത് വരണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി, വെന്ത് വന്നാലും മതി. ചേർത്ത ഉള്ളിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 200 ml, ഏകദേശം 1 കപ്പിൽ കൂടുതൽ വൈൻ, റെഡ് വൈൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വൈൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ട നിന്ന് ഒരല്പം ചേർത്താൽ മതി. പുതിന, ചെറുതായി അരിഞ്ഞു വെച്ച പുതിന, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഞാനിതിൽ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് ഗ്രേവിയുടെ കളറൊന്ന് നന്നായി കിട്ടാൻ വേണ്ടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ ഒന്നുകൂടെ കുറുകി വരണം. ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്കും ടൊമാറ്റോ പ്യൂരിയും ചേർക്കാം. ചിക്കൻ സ്റ്റോക്ക് ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരിയും ചേർക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് ബോൾസും ഇതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് ബോൾസ് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഇളക്കി പിന്നെ ഒരല്പം കൂടെ കുരുമുളക് പൊടി കുറച്ച് കുറവാണെന്ന് തോന്നൽ, കുറച്ച് പൊടി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കും. നേരത്തെ നമ്മൾ 1 സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ, ഇപ്പോൾ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേണം വേവിക്കാൻ.
നമ്മുടെ മീറ്റ് ബോൾസ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ അല്പം കസൂരി മേത്തി ചേർക്കും. ചേർത്താൽ ഈ ഗ്രേവിക്ക് ഒരു നല്ല മണമായിരിക്കും. ഇപ്പം മല്ലിയില. ഇനി സ്റ്റൗ ഓഫ് ചെയ്യും. ഇതുപോലെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മീറ്റ് ബോൾസ് ഇൻ റെഡ് വൈൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ വളരെ നല്ല ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് തന്നെ എളുപ്പം നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.